വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് റോസ്റ്റഡ് പംകിൻ സൂപ്പിൻ്റെ റെസിപ്പിയാണ്. പംകിൻസ് നമ്മൾ റോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ അവൻ ഉപയോഗിക്കാത്തവർക്ക് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പംകിൻ അതിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഇതെല്ലാം കൂടെ അറേഞ്ച് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് 400 ഗ്രാം പംകിനാണ്. ഇതിലേക്ക് നമുക്കൊരു സവോള റഫായിട്ട് ചോപ്പ് ചെയ്തേക്കുന്നതാണ്, ഇച്ചിരി വലുതായിട്ട്. അതേപോലെ ഒരു വെളുത്തുള്ളിയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്, നേരെ നടുവേ കട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ്. ഇത് തൊലിയോടുകൂടിയാണ് നമ്മൾ ചേർത്തേക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഈ ഓയിലും ഉപ്പും നമ്മൾ പംകിനിലും അണിയൻസിലും എല്ലാം നന്നായിട്ടാവണം. കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയും ലെയർ ചെയ്ത് വെക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ പംകിൻസ് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 200 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓരോ അവനിലും റോസ്റ്റിംഗ് ടൈം വ്യത്യാസം വരും. 15-20 മിനിറ്റ് സമയം എടുക്കും. നല്ലൊരു ബ്രൗൺ കളർ ആവണം, അതുവരെ റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു പരുവത്തിലാണ് റോസ്റ്റ് ചെയ്തത്. നോക്കിയാൽ കാണാം, അവിടെ ഇവിടെയൊക്കെ കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പം ചെക്ക് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നല്ല സോഫ്റ്റായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ റോസ്റ്റ് ചെയ്യാം. എൻ്റെ അവനിൽ ഒരു 25 മിനിറ്റ്സ് ആണ് എടുത്തത്, 200 ഡിഗ്രിയിൽ. ഇനി ഇത് നമുക്ക് പ്യൂർ ചെയ്യണം, മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് കൂളായ ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഈ റോസ്റ്റഡ് പംകിന് പ്രത്യേക ഒരു സ്മെല്ലാണ്, ഒരു കാരമലൈസ്ഡ് ഒരു സ്മെല്ലാണ് വരിക. ഈ ഗാർലിക്ക് തൊലിയോടുകൂടെ ആയതുകൊണ്ട് അത് നമ്മൾ അകത്തുനിന്ന് അതിൻ്റെ പൾപ്പ് മാത്രം മാറ്റിയെടുത്തിട്ട് വേണം ഇടാൻ. ഗാർലിക്ക് കൂടെ ഇതുപോലെ പ്രസ് ചെയ്തങ്ങ് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ സ്റ്റോക്ക് ചേർത്ത് നന്നായിട്ട് പ്യൂർ ചെയ്തെടുക്കാം. അപ്പോൾ വെജിറ്റബിൾ സ്റ്റോക്ക് കയ്യിലില്ല എങ്കിൽ നമുക്ക് വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ പ്യൂർ ചെയ്തെടുക്കാം. സ്റ്റോക്ക് നമുക്ക് കുറേശ്ശെ ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ച് അരിഞ്ഞ ശേഷം നമുക്ക് കുറച്ചും കൂടെ സ്റ്റോക്ക് ഒഴിക്കാം, അത് നന്നായിട്ട് അരയാനായിട്ട്. ഇപ്പോഴും ഈ മിക്സ്ചർ നല്ല തിക്കാണ്. കുറച്ചും കൂടെ സ്റ്റോക്ക് ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യാം. എപ്പോഴും ഗ്രാജുവലി ഒഴിക്കുക സ്റ്റോക്ക്. ഒരുപാട് സ്റ്റോക്ക് ആദ്യം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ് ചെയ്യാൻ പ്രയാസം, നല്ല സ്മൂത്തായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ ഒഴിച്ച് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നല്ല തിക്കായിട്ടാണ് കിട്ടിയേക്കുന്നത്. നമുക്ക് കുറച്ച് ചെറിയതായിട്ടൊരു കുക്കിംഗ് ഉണ്ട്, ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് കുറച്ചുകൂടെ നല്ല ഫ്ലേവർ കൊടുക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യാം. കുറച്ച് ബട്ടറിൽ കുക്ക് ചെയ്യാം. 2 ടീസ്പൂൺ ബട്ടർ. പംകിന് പൊതുവെ നല്ല മധുരമാണല്ലോ, അപ്പോൾ അതൊന്ന് കുറയ്ക്കാനായിട്ട് മധുരത്തിനൊന്ന് കട്ട് ചെയ്യാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കും.
ഇതിലേക്ക് നമുക്ക് ഈ അരച്ച മിക്സ്ചർ ചേർക്കാം. ഈ മിക്സർ വേണമെങ്കിൽ നിങ്ങൾക്ക് അരിപ്പേക്കൂടെ വേണമെങ്കിലും ഒഴിക്കാം. അപ്പോൾ നല്ല ഇച്ചിരി സ്മൂത്ത് ടെക്സ്ചർ കിട്ടും, കൺസിസ്റ്റൻസി കിട്ടും. ഇനി ഇതിലേക്ക് ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്നുകൂടെ ഡൈല്യൂട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ സ്റ്റോക്ക് ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യാം. ഞാനൊരു 1/2 കപ്പും കൂടെ സ്റ്റോക്ക് ചേർക്കുകയാണ്. അപ്പം മൊത്തം നമ്മൾ 3.5 കപ്പ് സ്റ്റോക്കാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ കൂടെ ചേർക്കാം ലാസ്റ്റ്. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. കൂടാതെ ഇഷ്ടമുണ്ടെങ്കിൽ ആ പാഴ്സലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഫ്രഷ് പാഴ്സല ചേർക്കാം, അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഡ്രൈഡ് പാഴ്സലി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഡ്രൈഡ് പാഴ്സലി ചേർത്തു. നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഇത് ബോയിൽ ചെയ്യാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് ക്രീം ചേർക്കാം. ഇതും ഓപ്ഷനല്ല, ക്രീം ഇല്ലാണ്ടേയും ഈ സൂപ്പ് ഭയങ്കര നല്ലതാണ്. ക്രീം ഒന്നുകൂടി റിച്ച്നെസ് കൊടുക്കും. 2 ടേബിൾ സ്പൂൺ ക്രീം മിക്സ് ചെയ്യുക. എപ്പോഴും ഓർക്കുക, നമ്മൾ പെപ്പർ ഈ പംകിൻ സൂപ്പിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ നിറം മാറും. അപ്പോൾ അത് നിറം മാറണ്ടായെങ്കിൽ എപ്പോഴും പെപ്പർ സെർവ് ചെയ്യുമ്പോൾ സെർവിങ് ബൗളിലേക്ക് ഇട്ടാലും മതി. അപ്പോൾ ഇത് റെഡിയാണ്, ഓഫ് ചെയ്യാം. അപ്പം ടേസ്റ്റ് ചെയ്തപ്പം ഉപ്പ് എല്ലാം പാകത്തിനുണ്ട്. നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ റോസ്റ്റഡ് പംകിൻ സൂപ്പ് റെഡിയാണ്. ഇത് നല്ല ക്രസ്റ്റി ബ്രെഡ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡിൻ്റെ കൂടെ സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ്. നല്ലൊരു മീലായിട്ട് വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാം. ഡിന്നറിനൊക്കെ ഒരു മീലായിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.